സൗഖ്യം കൽപ്പിച്ചു. മാത്രമല്ല ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21 വചനം വായിച്ചാൽ മുടിയനായ പുത്രൻ പറയുകയെന്ന് അപ്പന്റെ ഭവനത്തിൽ മടങ്ങി വരുമ്പോൾ, ഇനിയും നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ അയോഗ്യൻ. അപ്പാന്ന് വിളിക്കാനോ നിന്റെ മകനെന്ന് പറയാനോ ഞാൻ അയോഗ്യൻ. എന്നാൽ അവന്റെ കുറവ് സമ്മതിച്ചപ്പോൾ അപ്പൻ അവന് കാലിന് ചെരുപ്പും കൈക്കും മോതിരവും മുഖത്ത് ചുംബനവും മേത്തരമായ അങ്കിയും അവന് കൊടുത്ത് മാനിച്ചു. അബ്രഹാം ദൈവത്തിന് സ്നേഹിതനും പ്രാപിച്ചു. അവൻ ദൈവമുമ്പാകെ സ്വയം അഭിസംബോധന ചെയ്തതെങ്ങനെ? പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിയുന്നു. ഞാൻ പൊടിയാ. അവൻ ചാരത്തോളം തന്നെ താഴ്ത്തുകയാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന ദാവീദിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ശൗൽ ചക്രവർത്തി ദാവീദിനെ തേടി പുറപ്പെട്ടപ്പോ ആരെയാകുന്നു ഇസ്രായേൽ രാജാവ് പിന്തുടരുന്നത്? ഒരു ചത്ത നായയോ ഒരു ചെല്ലിനെയല്ലയോ? ദാവീദ് തന്നെ കുറിച്ച് പറയുന്ന ഒരു ചത്ത നായ. 1 ശമൂവേൽ 24:14. അവൻ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മനുഷ്യന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവം മുമ്പാകെ തന്നെ താഴ്ത്തി, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനാ, അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. അവനെ ദൈവം അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനായി മാറ്റി. 1 കൊരിന്ത്യർ 15:9, 2 കൊരിന്ത്യർ 12:11. 1 പത്രോസ് 5:8 പ്രകാരം അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. അതായത് ഉയർച്ചയ്ക്ക് ദൈവം ഉയർത്തുവാൻ തക്ക സമയമുണ്ട്. അതായത് തക്ക സമയം വരെ ദൈവസന്നി കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിക്കുക. എന്നാൽ സ്വയം ഉയരാൻ ആഗ്രഹിച്ച അനേകര് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ദൈവം താഴ്ത്തിയിട്ടുണ്ട്. സാത്താന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ സ്വയം ഉയരാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അവനെ ബന്ധനത്തിലാക്കി വെച്ചേക്കുന്നു, നരകത്തിൽ ദണ്ഡിപ്പിക്കാനായിട്ട്. അങ്ങനെ എസേക്കിയേൽ പ്രവചന പുസ്തകം 28:12 മുതൽ 16 വരെയുള്ള വചനങ്ങൾ, 1 തീമോഥെയോസ് 3:6. ഇതൊക്കെ ഇവൻ സ്വയം ഉയരാൻ ആഗ്രഹിച്ചു നിഗളം മൂലം. അതുകൊണ്ട് ദൈവം അവനെ അയോഗ്യനാക്കി മാറ്റി. മാത്രമല്ല പുറപ്പാട് പുസ്തകം നാം വായിച്ചാൽ യഹോവ ആരെന്ന് ചോദിച്ച ഫറവോനെ സൈന്യത്തെയും ദൈവം ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. വേദപുസ്തകം പറയുന്നു, നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. അങ്ങനെയുള്ള ഭാവവും ഗർവവും കൊണ്ട് ആരും അഭിനയിച്ചിരിക്കേണ്ട. ഇന്ന് ദൈവം മുമ്പാകെ വിനയപ്പെടുത്തുക, താഴ്ത്തുക. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് കൃപ പ്രാപിക്കണോ? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, രാജസന്നിധിയിൽ വമ്പ് കാണിക്കരുത്, എന്നാൽ ദൈവസന്നിധിയിലും വമ്പ് കാണിക്കരുത്. ഇവിടെ അഹങ്കാരം കൊണ്ട് അധപ്പതനത്തിലോട്ട് പോയ ഒരു രാജകുമാരിയുടെ കഥ ഞാൻ വായിക്കാനിടയായി. ഒരു രാജാവിന് അതിസുന്ദരിയായ മകളുണ്ടായിരുന്നു. ഈ മകൾ അതിസുന്ദരിയായതുകൊണ്ട് തന്നെ ഇവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. എന്നാൽ ഇവളുടെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള സമയമായപ്പോൾ അനേകം യോഗ്യതയുള്ള രാജകുമാരന്മാര് രാജകൊട്ടാരത്തിൽ വന്ന് ഇവളെ കണ്ടു. എന്നാൽ രാജാവ് ഇവളെ സ്വയം സെലക്ട് ചെയ്യട്ടെ എന്ന് ഇവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. എന്നാൽ ഓരോ യോഗ്യതയുള്ള രാജകുമാരന്മാരെയും ഇവൾ ഓരോ കുറവ് പറഞ്ഞ് ആട്ടിപ്പായിച്ചു. എന്നാൽ അവളുടെ ഈ പെരുമാറ്റത്തെ പറ്റി ഇനി പുറത്ത് ജനം അറിയരുതെന്ന് ബുദ്ധിമാനായ രാജാവിന് നിശ്ചയമുണ്ടായിരുന്നു. ഒരു ദിവസം ഈ രാജാവ് തൻ്റെ പല്ലക്കില് യാത്ര ചെയ്യുമ്പോൾ വഴിവക്കത്ത് ഒരു മുഷിഞ്ഞ വസ്ത്രം ഇട്ട ഭിക്ഷക്കാരനായ ഒരു യുവാവ് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ വൃത്തിഹീനമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ്. എന്നാൽ അവനെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ല വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് മകളുടെ മുമ്പിൽ നിർത്തി അവളെ പാട്ട് പാടി കേൾപ്പിച്ചു. എന്നാൽ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഈ ഭിക്ഷക്കാരൻ രാജാവിനോട് ചോദിച്ചു, രാജാവിന് എൻ്റെ പാട്ട് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എനിക്ക് പ്രതിഫലം നൽകണം. ആ സമയത്ത് ബുദ്ധിമാനായ രാജാവ് പറഞ്ഞു, എനിക്ക് ഇഷ്ടമായി, അത് നിങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ തരാൻ പോകുന്ന എനിക്ക് ഒരേ ഒരു മകളുണ്ട്, അവളെ നിങ്ങൾക്ക് ഭാര്യയായിട്ട് ഞാൻ വിവാഹം കഴിപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ മകൾക്ക് ഇഷ്ടമായില്ല. എന്നാൽ രാജാവ് പറഞ്ഞു, ഞാനത് കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു, ഞാൻ നേരത്തെ തീരുമാനമെടുത്തതാണ്, ഇയാൾ തന്നെ നിന്റെ വരനാണ്. അങ്ങനെ രാജാവ് വിവാഹം കഴിപ്പിച്ചു. എന്നാൽ ഭിക്ഷക്കാരനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തോടെ രാജാവ് പറഞ്ഞു, ഇനി എൻ്റെ കൊട്ടാരത്തിൽ നീ താമസിക്കാൻ പാടില്ല, ഭിക്ഷക്കാരൻ്റെ ഭവനത്തിൽ പോയാട്ടെ. രാജകുമാരി കണ്ണീര് വിടാൻ തുടങ്ങി. എന്നാൽ രാജാവ് മനസ്സലിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ,
അഹങ്കാരം വരുത്തിവെച്ച, രാജകുമാരന്റെ ജീവിതത്തിൽ വരുത്തിവെച്ച വിനയാണിത്. അതിന്റെ അർത്ഥം ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. സദൃശവാക്യം 15:24. നമ്മുടെ ജീവയാത്ര മേലോട്ടായിരിക്കണം, കീഴെയുള്ള പാതാളത്തെ നാം ഒഴിഞ്ഞു കളയണം. ദൈവം തന്റെ ജനത്തെ എവിടെ നിന്ന് ഉയർത്തും? നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ ഉയർത്തുന്നവനാണ്. സങ്കീർത്തനങ്ങൾ 40:1-3 വരെയുള്ള വചനം വായിച്ചാൽ അവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദോഷമായിട്ടൊന്നുമെന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്റെ താതൻ എന്നെ അവനടിച്ചാലോ അവനെന്നെ അവനടിച്ചാലോ കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി, കഷ്ടനഷ്ടമേറി വന്ന കഷ്ടമേറ്റ കൂട്ടളിയ കഷ്ടമേറ്റ കർത്താവോട് നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നിന്നെ ഉയർത്തും. ഇവിടെ മണക്കാട് നിന്ന് കൃഷ്ണമ്മ എന്ന ഒരു ഹൈന്ദവ സഹോദരി ഇപ്രകാരം സാക്ഷിക്കാനിടയായി. തന്റെ ഭർത്താവിന് മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അത് കാരണം ഒരു വലിയ ഹൈടെക് ആശുപത്രിയിൽ ഓപ്പറേഷനായിട്ട് കൃഷ്ണമ്മയുടെ ഭർത്താവിനെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞ രാവിലെ 10 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റും. അപ്രകാരം ഓപ്പറേഷനുള്ള എല്ലാ സജ്ജീകരണമായി. എന്നാൽ രാവിലെ 10 മണിക്ക് തിയേറ്ററിൽ കയറ്റും എന്ന് പറഞ്ഞ കൃഷ്ണമ്മയുടെ ഭർത്താവിന് 11 മണിയായിട്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചില്ല. അത് നിമിത്തം തിയേറ്ററിൽ നമ്മുടെ ഓപ്പറേഷൻ നടന്നോ ഇല്ലെന്ന് ഈ സഹോദരി തിരക്കിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് ഓപ്പറേഷൻ നടത്തിയില്ല, കാരണം ഓപ്പറേഷന് മുമ്പേ നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ആ കൃഷ്ണമ്മ എന്ന സഹോദരി ക്രിസ്തുയേശുവിൽ കർത്താവ് ഞങ്ങളിലൂടെ അത്ഭുതം ചെയ്യുന്നത് കേട്ടിട്ടുള്ള സഹോദരിയാണ്. വളരെ ഭാരത്തോടെ ഫോണിലൂടെ പ്രാർത്ഥിക്കാൻ, തൻ്റെ മരണപ്പെട്ടു പോയ ഭർത്താവിന് ജീവൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൻ്റെ ദാസിയെ എന്നെ വിളിച്ചിരുന്നു. കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം തന്നെ അത്ഭുതകരമയച്ച് ആശുപത്രിയിൽ മരിച്ചെന്ന ഡോക്ടർമാർ വിധി എഴുതിയ ഭർത്താവിന് പുതുജീവൻ നൽകി. ഇന്ന് സൗഖ്യത്തോടെ ആ സഹോദരിയുടെ തുണ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, മരിച്ച ലാസറിനെ ജീവിപ്പിച്ച കർത്താവ് ഇന്നും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഒരുക്കമുള്ളവനാണ്. അതെ, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നിങ്ങളെ ഉയർത്തും. വേദപുസ്തകം പറയുന്നു, ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മാത്രമല്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ യേശു കർത്താവിന്റെ ജനനം ഭൂമിയിലെ സകല മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്യുവാനായിട്ടാണ്. എന്നാൽ വിശ്വാസത്തോടും അനുതാപത്തോടും കൂടെ ദൈവസന്നിധി കടന്നു വന്നാൽ മാത്രമേ നമുക്ക് രക്ഷ കരസ്ഥമാക്കാൻ കഴിയുള്ളൂ. അതെ, വേദപുസ്തകം പറയുന്നു, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. അത് യേശു കർത്താവിനെ നോക്കി നിലവിളിച്ചാൽ പാപത്തിന്റെ കുഴഞ്ഞ ചോറ്റിൽ നിന്ന് അവൻ നിന്നെ കരയേറ്റും. മാത്രമല്ല നിന്റെ പാദങ്ങളെ പാറയാം ക്രിസ്തുയേശുവിൽ അവൻ ഉറപ്പിച്ചു നിർത്തും. എങ്ങനെ നമുക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയും? സങ്കീർത്തനങ്ങൾ 91:14 പ്രകാരം അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. യേശുവിന്റെ നാമം വലിയ നാമമാണ്. സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിൽ എല്ലാവരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമം. മാത്രമല്ല യിരെമ്യാപ്രവചന പുസ്തകം 33:3 പ്രകാരം അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ഇത് ഊമ വിഗ്രഹമല്ല, മതത്തിന്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരുടെ വാക്കുകളുമല്ല. ദൈവത്തിന്റെ വചനം സത്യവചനമാണ്.
അവൻ സത്യദൈവമാണ്. അവനെ വിളിച്ചപേക്ഷ അവൻ നിങ്ങൾക്ക് മറുപടി അയച്ചിരും. ഹല്ലേലൂയ. മാത്രമല്ല, എപ്രകാരം നമുക്ക് മറുപടി ലഭിക്കുക? അതിന് വ്യവസ്ഥയുണ്ട്. യോഹന്നാൻ 8:31 പ്രകാരം ദൈവവചനത്തിൽ നിലനിൽക്കുക. എന്തിനായിട്ട് കർത്താവ് ലോകത്തിൽ ജഡ അവതാരം എടുത്തു വന്നു? നിന്നെ വീണ്ടെടുപ്പാൻ, മാത്രമല്ല നിന്നോട് കൂടെ ഇരിപ്പാൻ. മത്തായി 1:22 പ്രകാരം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഈ ദൈവം നിന്റെ കഷ്ടത്തിൽ നിന്നോട് കൂടെയിരിക്കും, നിന്റെ രോഗത്തിൽ നിന്നോട് കൂടെയിരിക്കും, നിന്റെ പ്രതികൂലത്തിൽ നിന്നോട് കൂടെയിരിക്കും, നിനക്ക് പ്രശ്നം നേരിടുമ്പോൾ നിന്നോട് കൂടെയിരിക്കും, നിന്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥയിലും അവൻ നിന്നോട് കൂടെയിരിക്കും. അതെ, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തില് യാക്കോബിന്റെ ജീവിതം അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അവന് യാതൊരു പ്രതീക്ഷയുമില്ല. അവൻ ഏകനായി അനാഥനായി ഇറങ്ങി തിരിച്ച് പുറപ്പെട്ടു വരികയാണ്. അവന്റെ മുമ്പിൽ ഇതാ സ്വർഗം തുറക്കുകയായി. ഹല്ലേലൂയ. ഇന്ന് എന്റെ ദൈവം നിങ്ങളുടെ മുമ്പിൽ സ്വർഗം തുറക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഇന്ന് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരുക്കമാണോ? ഇന്ന് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. അതെ, ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അതെ, ഈ കർത്താവ് എത്രത്തോളം നിന്നോട് കൂടെ ഇരിക്കും? മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനത്തില് ലോകത്തിന്റെ അന്ത്യത്തോളം അവൻ നിന്നോട് കൂടെ ഇരിക്കും. സങ്കീർത്തനങ്ങൾ 34:10 യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നീ നന്മ കിട്ടില്ല പുറകണ്ട, നീ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം നിനക്ക് ഒരു നന്മയും മുടക്കുകയില്ല. ഹല്ലേലൂയ. ആണ് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ ശക്തി കൊണ്ട് അരമുറക്കുകയും എന്റെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം. അവൻ ഉപമ വിഗ്രഹമല്ല, നിന്റെ കണ്ണീര് തുടയ്ക്കുന്ന ദൈവം, നിന്റെ കുറവ് തീർക്കുന്ന ദൈവം. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഒരു ശബത്തില് ദൈവാലയത്തില് വചന ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അവിടെ കൂനിയായൊരു സ്ത്രീ, നിലത്തോളം കൂനിയിരുന്ന ഒരു സ്ത്രീ, 18 വർഷമായിട്ട് സാത്താൻ അവളെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. നമ്മളൊക്കെ ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ ഇരിക്കുന്ന തടിമിടുക്കുള്ള, പൊക്കമുള്ള, സൗന്ദര്യമുള്ള മനുഷ്യരെ കാണും. അത് സൃഷ്ടികർത്താവാം ദൈവം കുറവുള്ള, ബലഹീനരാന, കുനിഞ്ഞ, നിലത്തോളം പറ്റിയിരുന്ന ആ 7 സ്ത്രീയെ കണ്ടു. അവളെ അടുക്കൽ വിളിച്ചു, അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുഞ്ഞിരിക്കുന്ന വിഷയത്തിൽ ദൈവം നിങ്ങളെ നിവർത്താൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ നുവക്കൈകളെ ഒടിച്ച് അവൻ നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കും. ഹല്ലേലൂയ. മാത്രമല്ല, ഇന്ന് കണ്ട വിഷയം വരെ ഇനി ഒരു നാളും കാണുകയില്ല. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും എളിയവനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. മാത്രമല്ല, പാപച്ചെളിയിൽ താണിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ നോക്കി നിലവിളിച്ചാൽ പാപ ജീവിതം ഉപേക്ഷ ദൈവം നിന്നെ കൈക്കൊണ്ട് പാറയാം ക്രിസ്തുവിൽ ഉയർത്തും. വീണ്ടും നാം ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഉയർച്ച ലഭിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 13-ാം വചനത്തില് ദൈവ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടക്കുന്നവർ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നാം കാണുന്ന സകല ശാപങ്ങൾക്കും കാരണം മനുഷ്യന്റെ അനുസരണക്കേടാണ്. എന്നാൽ ദൈവകൽപ്പനകൾ നാം പ്രമാണിക്കുന്നതിനാൽ ദൈവത്തോടുള്ള അനുസരണം പ്രകടമാക്കുന്നു. അത് കർത്താവിനെ നോക്കിയ അവൻ ക്രൂശി മരണത്തോളം പിതാവായി ദൈവത്തെ അനുസരിച്ചു. ആ പുത്രനെ നോക്കിയാണ് നാം നമ്മുടെ ആത്മീയയാത്ര തുടരേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 1:35 വചനത്തില് അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോ തന്റെ ഭാര്യയോടൊപ്പം ദൈവകൽപ്പന അനുസരിച്ചു. ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. അവൻ മഹാനായി തീർന്നുവെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി. ദൈവം ഒരാളെ വിളിച്ചാൽ അയാളെ സകലത്തിലും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അത് കണ്ട് നീ അസൂയപ്പെടേണ്ടതല്ല. ദൈവമേ, എന്റെ മേലും അനുഗ്രഹം പകരണമേ, പ്രാർത്ഥിച്ചാട്ട് ദൈവം നിശ്ചയമായിട്ട് നിന്നെ അനുഗ്രഹിച്ചിരിക്കും. അതെ, വേദപുസ്തകം പറയുന്നു, ദൈവത്തോട് പറ്റിയിരുന്നാൽ ഉയർച്ച ഉണ്ടാവും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അതെ, വേദപുസ്തകം വീണ്ടും പറയുന്നു, ഇവിടെ മോശയുടെ ജീവിതം ശ്രദ്ധിച്ച അവൻ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചു. ഉൾപ്പടപ്പ് തീ പിടിച്ചു കത്തുന്നതും എന്നാൽ മുൾച്ചെടി വെന്തുപോകാതിരിക്കുന്നതുമായ അസാധാരണ കാഴ്ച. ഈ കാഴ്ച എന്തെന്ന് അവൻ നോക്കാൻ തുടങ്ങി. അവന്റെ അകവും പുറവും പ്രകാശിക്കാൻ തുടങ്ങി. അതെ,
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജോഷിക്ക് കൊടുത്ത വാഗ്ദത്തം എന്ത്? ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും എന്ന് ഇസ്രായേൽ ജനമെല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കും. ദൈവമക്കളെ വലിയവരാക്കും. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങളെ വലിയവരാക്കി ഉയർത്തും. മാത്രമല്ല, ജോഷിയുടെ ജീവിതത്തിന്റെ സവിശേഷത എന്ത്? സമാഗമന കൂടാരത്തെ അവൻ വിട്ടുപിരിയാതിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവൻ വിട്ടുപിരിയാതിരുന്നു. അതെ, സങ്കീർത്തനങ്ങൾ 91 സങ്കീർത്തനം നാം വായിച്ചാൽ ഒരു വിശ്വാസിയുടെ വാസം എവിടെ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ നിഴലുണ്ട്. സർവശക്തന്റെ മറവിൽ നിനക്ക് പാർക്കാൻ കഴിയും. മാത്രമല്ല, ദൈവത്തോട് പറ്റിയുന്ന കാലേബിന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, അവന് ദൈവം അനുഗ്രഹിച്ചു പറ്റി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദാനിയേല് ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ത്? ദൈവത്തോട് കൂടെയുള്ള, ദൈവത്തോട് ചേർന്നുള്ള നടപ്പ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ പാപത്തെ വെറുക്കുന്നവരാണ്. ദൈവത്തോട് അടുത്തിയെന്നാൽ ദൈവം നമ്മോടും അടുത്തു വരും. ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലതെന്ന് ആസാഫ് പറഞ്ഞിരിക്കുന്നു. നമുക്കും ഏവർക്കും നല്ലത് തന്നെ, കാരണം അവൻ നല്ലവനാണ്. ദൈവത്തോട് അകന്നിരിക്കുന്ന നശിച്ചു പോകും. അത് നീക്കുപോകില്ലാതെ നശിച്ചു പോകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിനായി വാഞ്ചിക്കുന്ന, ദാഹിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. സങ്കീർത്തനങ്ങൾ 42:1-2 വചനപ്രകാരം പാപ ജീവിതം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന്, ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത്, സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന്, ദരിദ്രർക്ക് കൃപ കാട്ടുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, അങ്ങനെ ഈ പ്രവൃത്തി ചെയ്ത് ദൈവത്തോട് അടുക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. നാം ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോൾ ദൈവം വിശുദ്ധനാകിയ ദൈവം നമുക്ക് വിശുദ്ധ ജീവിതം പ്രദാനം ചെയ്യും. അതെ, താഴ്മയുള്ളവരെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ഇവിടെ ചുങ്കക്കാരനും പരീശനുമായിട്ട് പ്രാർത്ഥിക്കാൻ പോയി. പരീശന്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടില്ല. എന്നാൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടു. പിതാവേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ദൈവം മുമ്പാകെ നാം താഴ്ത്തി വിലയപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം കരുണ ചെയ്യും. എല്ലാവർക്കും എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഇത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നിങ്ങളുടെ നീറുന്ന പ്രശ്നത്തെ പരിഹാരം നൽകുന്ന സമയമാണ്. നിങ്ങളുടെ രോഗബന്ധനം അയച്ചു കളയുന്ന സമയമാണ്. നിങ്ങളുടെ പൈശാചിക ബന്ധനത്തെ തകർത്ത് കളയുന്ന സമയമാണ്. നിങ്ങളുടെ പിറുപിറുപ്പിനെ എടുത്തു കളയുന്ന സമയമാണ്. നിങ്ങളുടെ പിന്മാറ്റത്തെ ദൈവം തകർത്ത് കളയുന്ന ദൈവമാണ്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാ. ആർത്തുപാടി സ്തുതിക്കാം, അണികല്ലോ കയറ്റാം. ആർത്തുപാടി സ്തുതിക്കാം, അണികല്ലോ കയറ്റാം. പെന്തിക്കോസ്തു നാളും മഴ പെയ്ച്ച മുട്ടോളമല്ല, അരയോളം പോരാ. മുട്ടോളമല്ല, അരയോളം പോരാ. നിന്റെ ഇട്ടല്ലാത്തെ ഇരുവയേന, നിന്റെ ഇട്ടല്ലാത്തെ ഈ പുതിയ വർഷം സർവശക്തനായ ദൈവം നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ വഴി നടത്തട്ടെ. എല്ലാവരും ദൈവം മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹൃദയത്തിൽ കർത്താവില്ലാതെ നിൽക്കുന്നവർ, കർത്താവിനെ സ്വീകരിക്കാതെ നിൽക്കുന്നവർ എന്നോടൊപ്പം ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞാട്ടെ. യേശുവേ, രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ദേവാദി ദേവനെ, രക്ഷിതാവേ,
എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ഞാൻ പാപിയാണ്. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണം. അങ്ങയുടെ പൈതലായി എന്നെ കൈക്കൊള്ളണം. അങ്ങ് ലോകരക്ഷിതാവെന്നും കർത്താവെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപകുറ്റങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇന്നു മുതൽ എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, അണികല്ലോ കയറ്റാം. ആർത്തുപാടി സ്തുതിക്കാം, അണികല്ലോ കയറ്റാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ. നീന്തിയിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത നീരുറവയേന. നീന്തിയിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത നീരുറവയേന. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, ചലിക്കുന്ന എല്ലാ പ്രാണികളുമേന, ചലിക്കുന്ന എല്ലാ ചൈതന്യം നൽകണം, നവജീവൻ വേണം. ചൈതന്യം നൽകണം, നവജീവൻ വേണം. നിത്യതയിലെത്തി പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല. ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. എല്ലാവരും കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി പാടിയാട്ട്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, അണികല്ലോ കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, അണികല്ലോ കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളുമേണ ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളുമിന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം. നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം. നിത്യതയിലെത്തി പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ. എന്റെ വലതുവശത്ത് പുതിയ ഹാളിലെ സഹോദരന്മാരുടെ ഭാഗത്ത് തന്റെ ഇടുപ്പില് വിഷക്കുപ്പിയും വച്ചും കൊണ്ട് ഒരു സഹോദരൻ കടന്നു വന്നിരിക്കുന്നു. ലാസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് കടന്നുപോയിട്ട് ആത്മഹത്യ ചെയ്യാം. നിങ്ങളുടെ വിഷക്കുപ്പി വലിച്ചെറിയ സഹോദര, കർത്താവ് നിങ്ങളെ ആത്മഹത്യ നിന്ന് വിടുവിക്കുന്നു. പുതിയ ഭാവി നിങ്ങൾക്കായിട്ട് കർത്താവ്